ഞാൻ ഇന്നിപ്പം ഇപ്പോഴത്തെ പൊതുവെ ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ഒരു അല്പം താഴേക്ക് ഒരു അല്പം ഡിപ്പ് അല്ലെങ്കിൽ ചെറിയ ഒരു ഡൗൺ ട്രെൻഡ് ആണല്ലോ ഇപ്പം നിലവിലിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത്യാവശ്യം ലോങ് എൻട്രി എടുക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലൊരു എൻട്രി പോയിന്റ് ഒക്കെ കിട്ടുമെന്നുള്ളതാണ് നമ്മളുടെ ഒരു കണക്കുകൂട്ടൽ. അപ്പം നമുക്ക് നിഫ്റ്റി 50-യിലെ ആദ്യത്തെ 10 സ്റ്റോക്കിനെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഈ പറയുന്ന നിഫ്റ്റി 50-യിലെ 10 സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അത്യാവശ്യം മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന സ്റ്റോക്കുകളാണ്, അതായത് നിഫ്റ്റിയെ നിയന്ത്രിക്കുന്ന സ്റ്റോക്കുകളാണ്. അപ്പം നമുക്ക് ആദ്യത്തെ 10 സ്റ്റോക്ക് ജസ്റ്റ് ചുമ്മാ ഒന്ന് എടുത്തു നോക്കാം. നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. അത് എങ്ങനെയുണ്ട്, ചാർട്ട് അനാലിസിസ് പ്രകാരം അത് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യം ഒന്ന് ടാറ്റ മോട്ടോഴ്സ് ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കുവാണ്. ടാറ്റ മോട്ടോഴ്സ് ഇത് ഞാൻ ഇന്ന് രാവിലെ ഞാൻ ചെയ്തിട്ടതാണ്. അപ്പോൾ നമ്മൾ നേരെ മന്ത്ലി ചാർട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അനാലിസിസ്, അതായത് ഇത്രയും വലിയ ചാർട്ടിനെ ഒന്ന് ചെറുതാക്കി കാണാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ മന്ത്ലി ചാർട്ടിലേക്ക് ഇടുകയാണ്. മന്ത്ലി ചാർട്ടിലിട്ടെന്ന് പറഞ്ഞാലും വീക്ക്ലി ചാർട്ടിലിട്ടെന്ന് പറഞ്ഞാലും വലിയ വ്യത്യാസമൊന്നും കാണിക്കാൻ പോകുന്നില്ല. അതായത് ചെറിയ വ്യൂവിൻ്റെ ഒരു സമ്മറൈസ്ഡ് രൂപമാണ് തൊട്ട് മുകളിലുള്ള ടൈം ഫ്രെയിം. സോ നമ്മൾ ഇത് വ്യൂ ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് മുകളിലത് മീൻസ് തൊട്ട് അപ്പർ ടൈം ഫ്രെയിമിലോട്ട് മാറ്റുന്നുള്ളതേ ഉള്ളൂ. ഞാൻ നേരെ മന്ത്ലി ചാർട്ടിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു മേഖലയിൽ ഇവിടെ ഒരു അത്യാവശ്യം സപ്പോർട്ട് കിട്ടി ഇവിടെ റെസിസ്റ്റൻസായി. ഇപ്പോൾ ഇത് റെസിസ്റ്റൻസിന് താഴെ വന്ന് നിൽക്കുകയാണ്. അപ്പം ഇത് നമ്മൾ ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണ് എങ്കിൽ ഇങ്ങനെ നിൽക്കും. അതായത് ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ഡെയിലി ചാർട്ടിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. ഡെയിലി ചാർട്ടിലേക്ക് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അതായത് ഈ ട്രെൻഡ് ലൈന് നേരെ താഴെയാണ് നിലവിലിപ്പം നിൽക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റാൻ നേരത്ത് ആദ്യം നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള വരയും കുറിയെല്ലാം നമുക്ക് മാറ്റി ഒറ്റ ട്രെൻഡ് ലൈൻ മാത്രം നിർത്തിയിട്ട് നമ്മൾ നേരെ ഡേ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അവസ്ഥ ഇപ്പം നിൽക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഡേ ടൈം ഫ്രെയിം എടുക്കാൻ നേരത്ത് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺ നോക്കുകയാണെങ്കിൽ, ഇത് അത്യാവശ്യം ഒരു ഡിമാൻഡ് സോൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് കണ്ട കൃത്യം ഈ ഒരു പോർഷനിൽ വന്നിട്ട് തിരിയുന്നുണ്ട്. സോ ഇവിടെ വരാൻ നേരത്താണെങ്കിൽ അത്യാവശ്യം വോളിയം കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ബയേഴ്സ് ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഇവിടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിലാണ്. ഈ ഒരു മേഖലയിൽ എൻ്റെ വേറൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ട് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇത് ചിലപ്പം കയറിപ്പോയെന്നിരിക്കും. നമുക്ക് ഈ ഒരു മേഖല ഞാൻ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റാൻ നേരത്ത് ഇവിടെ ഇവിടെ ജസ്റ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണിക്കുന്നുണ്ട്, റണ്ണവേ ഗ്യാപ്പ് പോലെ കാണിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ വലിയ പ്രശ്നമില്ലാതെ അത് ഫില്ല് ചെയ്യാനാണെങ്കിലും കയറി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം, നല്ലൊരു വോളിയം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്താണെങ്കിലും ഇപ്പോഴത്തെ ചാർട്ടിൻ്റെ അവസ്ഥ വെച്ചിട്ട് ഇത് നല്ലൊരു ബൈയിങ് ഏരിയ ആണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടെ അത്യാവശ്യം സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റാൻ നേരത്ത് ഇതായിരിക്കും വ്യൂ. അപ്പോൾ ഒരു ബൈയിങ് ഏരിയ ആണ് എന്ന് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം. ചിലപ്പോൾ ഇതിപ്പോൾ നമ്മൾ നേരെ വീക്ക്ലി ചാർട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ തന്നെ ഇവിടെ വലിയൊരു വിക്ക് കാണിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരാനും ഒരു സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു വ്യൂവിൽ ഈ ഒരു രണ്ട് ക്യാൻഡിൽ തമ്മിൽ ഇത്രയും ഗ്യാപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ ചിലപ്പോൾ ഇവിടം വരെ ഇറങ്ങി വരാനും ഒരു സാധ്യത ചിലപ്പോൾ ഉണ്ട്. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ ഈ വീക്ക്ലി ക്യാൻഡിൽ വരാൻ നേരത്തെ വീക്ക്ലി ക്യാൻഡിൽ അത്യാവശ്യം നല്ല സെല്ലിങ് വോളിയമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വോളിയം ഇതൊരു ലോങ് ടൈമിലേക്കാണ് നമ്മൾ നോക്കുന്നതുകൊണ്ട് ഡെയിലി ടൈം ഫ്രെയിം എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. മന്ത്ലി ടൈം ഫ്രെയിമോ അല്ലെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിം വെച്ചിട്ട് വെരിഫൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിലവിലിപ്പോൾ ഒരു മൊമെൻറ്റം ക്യാൻഡിൽ, അതായത് സെല്ലിംഗ് മൊമെൻറ്റം ക്യാൻഡിലാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു എൻട്രി എടുക്കേണ്ട ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഇത് വീണ്ടും ഒന്നുകൂടെ ഇറങ്ങാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം സപ്പോർട്ട് കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ക്യാൻഡിലിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ ഇവിടുത്തെ വോളിയങ്ങളും കണക്കാക്കി നോക്കാൻ നേരത്തെ എനിക്ക് തോന്നുന്നു മിക്കവാറും ഒന്നുകൂടെ താഴേക്ക് ഇറങ്ങി വരും എന്നാണ് തോന്നുന്നത്. നമുക്ക് ബാക്കി ഒരു
ബൈയിങ് മൊമെൻ്റം ക്യാൻഡിൽ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ബയ്യേഴ്സ് ഒന്ന് സ്ട്രോങ് ആകുന്ന സമയത്ത് എൻട്രി എടുക്കുന്നതായിരിക്കും എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ 100 ക്വാണ്ടിറ്റിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് സോൺ ആയതുകൊണ്ട് തന്നെ, അത്യാവശ്യം സപ്പോർട്ട് ഈ ഒരു മേഖലയിൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു 100 ക്വാണ്ടിറ്റിയിൽ നിന്ന് 50 ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇവിടെ നമുക്ക് പ്രിഫർ ചെയ്യാം. സോ നമുക്ക് അടുത്ത ഒരു സ്റ്റോക്കിലേക്ക് പോകാം. അടുത്തത് ഇൻഫോസിസ് ആണ്. ഇൻഫോസിസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇൻഫോസിസിൻ്റെ നിലവിലത്തെ അവസ്ഥ മന്ത്ലി ചാർട്ടിലേക്ക് പോകാൻ നേരത്ത് ഇതാണ് നിലവിലത്തെ അവസ്ഥ. അത് ഓവറോൾ നല്ല ഒരു അപ് ട്രെൻഡിലാണെങ്കിൽ പോലും ഇപ്പോൾ അത് ഒരു ഇത് നോക്കി കൃത്യമായിട്ടൊരു ഹൈയിലടിച്ച് നിൽക്കുകയാണ്. ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മിക്കവാറും കയറി പോകും. പക്ഷെ നമ്മൾ മന്ത്ലി ക്യാൻഡിൽ ഇടാൻ നേരത്ത് വോളിയം പതുക്കെ ആയി വരുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ മാസം ഇപ്പോൾ 6-ാം തീയതി ആയതേ ഉള്ളൂ. സോ ഇതിൻ്റെ വോളിയം മിക്കവാറും കയറി വരുന്ന സാധ്യത കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ നമ്മൾ വീക്ക്ലി ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വോളിയം കാണിക്കുന്നു. വോളിയം കുറവെന്നല്ല, അത്യാവശ്യം വോളിയം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ ഇത് മിക്കവാറും കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ മന്ത്ലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ട്രെൻഡ് ലൈൻ ഇപ്രാവശ്യം നമുക്ക് പാരലൽ ലൈൻ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. പാരലൽ ലൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നോക്കുമ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം സപ്പോർട്ട് നമുക്കിവിടെ വന്നു. റെസിസ്റ്റൻസ് നമുക്ക് ഏകദേശം അത്യാവശ്യം റെസിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. അപ്പോൾ എന്താണെങ്കിലും ഈ പറയുന്ന ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഹൈയിൽ നിൽക്കുന്ന ഈ ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വോളിയത്തോടുകൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി അടിക്കുന്നതിന് വേറെ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിയുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ ഒരു ഹൈ പോയിന്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഹൈ പോയിൻ്റായിട്ട് നിൽക്കുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വോളിയത്തിന് സപ്പോർട്ടോടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രി ഇവിടുന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അത് മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് റിലയൻസിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടാണ്. ഞാൻ നേരത്തെ എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിപ്പം നിലവിൽ വരുന്ന അനുസരിച്ച് ഞാൻ 2010 മുതലുള്ള ഡേറ്റ ജസ്റ്റ് ഒന്ന് നോക്കും അത് എങ്ങനെ ഉണ്ടെന്നുള്ളത്. അത്യാവശ്യം ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ട്രെൻഡ് ലൈൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അത് വീക്ക്ലി ചാർട്ടിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നേരെ മന്ത്ലിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. ഇത് കണ്ട ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വലിയ മാറ്റമൊന്നും വരാൻ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ ടൈം ഫ്രെയിമിൻ്റെ ഒരു സമ്മറൈസ്ഡ് വേർഷനാണ് നമ്മൾ വലിയൊരു ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ കാണിക്കുന്നത്. സോ നമുക്ക് വലിയൊരു മാറ്റമൊന്നും വരാനില്ല. റിലയൻസിൻ്റെ ആണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ വീക്ക്ലി ചാർട്ടിലേക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ അത്യാവശ്യം ഒരു സപ്പോർട്ട് ഏരിയയിലേക്കാണ് ഇപ്പം അത് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടുത്തെ ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്നാ ബൈയിങ് ക്യാൻഡിൽ ബയ്യേഴ്സേ ഇവിടെ ഇല്ല. ഇവിടെ സെല്ലേഴ്സ് അങ്ങ് അടിച്ച് തകർക്കുകയാണ്. സെല്ലേഴ്സ് ഹെവി സെല്ലിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഒരു ദിവസത്തെ ക്വാണ്ടിറ്റി തന്നെ 51, കഴിഞ്ഞ ഒരു വീക്കിലെ ക്വാണ്ടിറ്റി തന്നെ അല്ലെങ്കിൽ വോളിയം തന്നെ 59 മില്യണാണ്. സോ അത്യാവശ്യം നല്ലൊരു മൊമെൻ്റം ക്യാൻഡിൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്തത് ഇവിടം വരെയൊക്കെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു സപ്പോർട്ടൊക്കെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബൈയിങ് ഏരിയയാണ്. നമുക്ക് ഈ ഒരു ഏരിയ തന്നെ ഏകദേശം 6.5 ഏകദേശം 7% അടുത്ത് നമുക്ക് ഒരു ഗ്രോത്ത് പ്രതീക്ഷിക്കാം. ഇത് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ. അപ്പോൾ ഇതും അത്യാവശ്യം ഒരു മൊമെൻ്റം ക്യാൻഡിൽ ബൈയിങ് മൊമെൻ്റം ക്യാൻഡിൽ ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ SBIയിലേക്ക് പോകാൻ നേരത്ത് SBIയും ഇതേ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. വലിയ മാറ്റമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
SBIയും ഏകദേശം ഇതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഞാൻ നേരെ മാറ്റുകയാണ്, ചാർട്ടെല്ലാം എടുത്ത് കളഞ്ഞ്. ഓവറോൾ അപ് ട്രെൻഡിൽ തന്നെ നിൽക്കുന്ന ചാർട്ടുകളാണിത്. ഇത് ഞാൻ ഇവിടുന്ന് ഒരു പാരലൽ ലൈൻ ചുമ്മാ വരച്ച് നോക്കുകയാണ്. വരച്ച് നോക്കാൻ നേരത്തെ ഏകദേശം എനിക്ക് ഈ ഒരു രീതിയിലാണ് എനിക്ക് കിട്ടിയത്. ഞാനതിന് ഇവിടുന്ന് തന്നെ ഞാൻ ഇത്രയും ഭാഗം വെച്ച് 2021 മുതലുള്ള ഡേറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു ഇത് തന്നെ അത്യാവശ്യം ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അത്യാവശ്യം നമുക്ക് ഇവിടുന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇത് അത്യാവശ്യം നല്ല ഒരു സപ്പോർട്ട് ഏരിയയാണ്. പക്ഷേ ഈ ഒരു റെസിസ്റ്റൻസിന് ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി നോക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8.5% ഗ്രോത്ത് നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം, ഈ ഒരു ഇത്രയും മേഖലയിൽ നിന്ന് തന്നെ. സോ ഈ ഒരു റേഞ്ചിൽ, അതായത് ഏകദേശം ഇവിടെ വന്നതിന് ശേഷം എൻട്രി നോക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, ചാർട്ടിൻ്റെ നിലവിലത്തെ അവസ്ഥ ഞാൻ വെച്ച് നോക്കിയിട്ട്. പക്ഷേ ഓവറോൾ ഈ പറയുന്ന പോലെ എല്ലാം നല്ല ഒരു ഗ്രോത്തിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ അങ്ങനെ വരത്തുള്ളൂ ഈ പറയുന്ന പോലെ ഈ സ്റ്റോക്ക് ആയതുകൊണ്ട്, മീൻസ് നിഫ്റ്റി 50 സ്റ്റോക്കുകളായതുകൊണ്ട് ആ രീതിയിൽ വരത്തുള്ളൂ. HDFC ബാങ്ക് വരികയാണെങ്കിലും HDFC ബാങ്കും റിലയൻസിൻ്റെ നമ്മൾ മുമ്പേ പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണ്. നല്ലൊരു സെല്ലിംഗ് വോളിയം അല്ലെങ്കിൽ സെല്ലിംഗ് മൊമെൻറ്റം ക്യാൻഡിലാണ് ഇപ്പം നിൽക്കുന്നത്. എനിക്കിവിടെ വീക്കിലി ക്യാൻഡിലിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല സെല്ലിംഗ് മൊമെൻറ്റം ക്യാൻഡിലാണ്. അതും ഈ പറയുന്ന പോലെ എൻട്രി ഈ ഒരു പരിസരത്ത് അത്യാവശ്യം ഒരു നല്ല സപ്പോർട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഏരിയയിൽ നല്ലപോലെ റിവേഴ്സൽ സംഭവിച്ചാണ്. സോ ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ല ഒരു റിവേഴ്സൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ ബോക്സ് വരച്ചു, ഞാൻ ബാക്കിയുള്ള എല്ലാം കളഞ്ഞിട്ട് ഒന്നുകൂടെ വരയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നോക്കി, ഇവിടെ അത്യാവശ്യം റിവേഴ്സൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു ബൈയിങ് ഏരിയ ആയി ഇപ്പം നിൽക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാൻ ഈ പരിസരമൊക്കെ, ഈ ഒരു സ്ഥലമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത നമ്മൾ മഹീന്ദ്ര മഹീന്ദ്ര എനിക്ക് ഇതാന്ന് തോന്നുന്നു, മഹീന്ദ്ര. ഓക്കെ, അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നേരത്തെ വരച്ചിട്ടിരുന്നതാണ്. അതും റിലയൻസിൻ്റെ അതേ അവസ്ഥയിൽ തന്നെ, പക്ഷെ അത്രയും നോയ്സ് ഇല്ല എങ്കിൽ പോലും ഇത് ഇവിടെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു സപ്പോർട്ട്. ഞാൻ ഈ ചാർട്ട് കംപ്ലീറ്റ് കളഞ്ഞു. മീൻസ് ആ ഡ്രോയിങ്സ് കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നല്ലൊരു സപ്പോർട്ട് ഇവിടെ കാണാൻ പറ്റും. ഈ സപ്പോർട്ടിൽ നിന്നും നമ്മൾ ഇവിടെ ഒരു അത്യാവശ്യം വേറൊരു സപ്പോർട്ട് ലൈനോടെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സപ്പോർട്ടുള്ളൊരു മേഖലയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി ക്യാൻഡിലാണെങ്കിൽ പോലും നല്ലൊരു റിവേഴ്സൽ ആ ഒരു ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. സോ ഈ ഒരു മേഖല അത്യാവശ്യം നല്ല റിവേഴ്സൽ നടന്നിട്ടുണ്ട്. നമുക്കതുകൊണ്ട് തന്നെ ഇവിടെ പ്രിഫർ ചെയ്യാം. ഇപ്പം നിൽക്കുന്ന അവസ്ഥയെ വെച്ച് നോക്കുകയാണെങ്കിൽ 5.25 ഓളം ഗ്രോത്ത് നമുക്ക് അവിടെ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ വിപ്രോ നമ്മൾ നോക്കുകയാണെങ്കിൽ വിപ്രോയും ഈ പറയുന്ന ഇതേ അവസ്ഥയൊക്കെ തന്നെ ആയിരിക്കുന്നുണ്ട്. എൻ്റെ ട്രെൻഡ് ലൈൻ, അതായത് ഞാൻ നേരത്തെ വരച്ചിട്ടുള്ള ട്രെൻഡ് ലൈനാണിത്. നേരത്തെ 2017 വെച്ചിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ വെച്ച് വരച്ച് നോക്കുകയാണെങ്കിൽ ആ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിലോട്ട് ഇപ്പം വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഈ ഒരു മേഖലയെ ഇത്രയും ഭാഗത്തെ കവർ ചെയ്ത് ഇവിടെ ഒരു ക്ലോസിങ് കിട്ടിയെങ്കിൽ, നല്ലൊരു മൊമെൻറ്റത്തോടുകൂടി ബൈയിങ് ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിവിടുന്ന് ഒരു എൻട്രി പ്രതീക്ഷിക്കാം. പിന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്യാവശ്യം നല്ലൊരു ഏരിയ ആണെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീക്കിലി ക്യാൻഡിൽ വരാൻ നേരത്തെ 2022 മേഖലയിലൊക്കെ അത്യാവശ്യം നല്ല റിവേഴ്സൽ സംഭവിച്ചൊരു മേഖലയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് കിട്ടും. ഇതിന് താഴേക്ക് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സെല്ലിംഗ് വോളിയം ആണെങ്കിൽ വീക്കിലി ക്യാൻഡിൽ
വീക്കിലി ക്യാൻഡിൽ സെല്ലിംഗ് വോളിയം ആണെങ്കിൽ പതുക്കെ പതുക്കെ ഡ്രൈ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇനി താഴേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഇവിടെ നിന്ന് മിക്കവരും ഒരു റിവേഴ്സൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അടുത്ത് നമ്മൾ HCL നോക്കുകയാണ് എങ്കിൽ HCL ടെക്നോളജീസിനകത്തും ഈ പറഞ്ഞ വിപ്രോയുടെ ഏകദേശം സെയിം അവസ്ഥയിൽ തന്നെ, സെയിം അവസ്ഥയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതപ്പോൾ അത്യാവശ്യം നല്ല ഒരു ബൈയിങ് ഏരിയ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു ബ്രേക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ആ ഒരു റേഞ്ചിൽ നിന്ന് ചെറിയൊരു കൺസോളിഡേഷനാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് മുകളിലോട്ട് പോകുന്നില്ല. പക്ഷെ ഇവിടെ ആണെങ്കിൽ വോളിയം ഡ്രൈ ആകുകയും ചെയ്യുന്നുണ്ട്. അതായത് സെല്ലേഴ്സ് വീക്കാകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നോക്കിയാൽ സെല്ലിംഗ് വോളിയം ഇവിടെ നേരെ കുറഞ്ഞ് വരികയാണ്. പക്ഷേ പ്രൈസിന് വലിയ വേരിയേഷൻ ഇവിടെ വരുന്നില്ല. ക്യാൻഡിലിൻ്റെ ഷേപ്പ് ആണെങ്കിലും നോക്കി, ക്യാൻഡിലിൻ്റെ ഷേപ്പ് ആണെങ്കിലും ഒരു മുകളിലേക്ക് പോകണമോ താഴേക്ക് പോകണമോ എന്നിട്ട് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഒരു നല്ലൊരു മൊമെൻറ്റം ഒന്നും ക്യാൻഡിൽ കാണിക്കുന്നില്ല. അതേസമയം തന്നെ വോളിയം ഡ്രൈ ആവുകയും ചെയ്യുന്നുണ്ട്. സെല്ലിംഗ് വോളിയം ആണെങ്കിൽ കുറഞ്ഞു വരികയാണ്. സോ ഇവിടെ സെല്ലേഴ്സ് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ പക്ഷെ എന്നാൽ ബയേഴ്സ് തൊട്ട് ഒരു പ്രോ ആക്റ്റീവ് എന്ന രീതിയിൽ ബയേഴ്സ് കയറിയിട്ടില്ല. എന്നാൽ ബയേഴ്സിൻ്റെ ഒരു പ്രസൻസ് അവിടെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇത് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്താണെങ്കിലും ഈ ഒരു മേഖലയിൽ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു സപ്പോർട്ടുള്ള മേഖലയാണ്. നമുക്കൊരു ബൈയിങ് എൻട്രിക്ക് വേണ്ടി തൽക്കാലം നമുക്ക് പരിഗണിക്കാം. അടുത്തത് ഇൻഫോസിസ് നോക്കുകയാണെങ്കിൽ നേരെ ഇൻഫോസിസിലേക്ക് വന്നു വേണം. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം HCLൻ്റെയും വിപ്രോയുടെയും കാണിച്ച അതേ അവസ്ഥയാണെന്ന് എനിക്ക് തോന്നിയത്. കണ്ടോ, ഇത് HCL ആയിട്ട് കറക്റ്റാണെന്ന്. അത് HCLൻ്റെ വിപ്രോയുടെയാണ് നമ്മൾ മുമ്പേ നോക്കിയത്. വിപ്രോയുടെ നോക്കി അതേ അവസ്ഥയിൽ വിപ്രോ ഒരു ഓൾ ടൈം ഹൈ എന്ന രീതിയിൽ മീൻസ് അവിടെ ഒരു കൺസോളിഡേഷൻ അല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെയിം അവസ്ഥ തന്നെയാണ് ഇൻഫോസിസിനും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഫോസിസും ഏകദേശം സെയിം അവസ്ഥയിൽ തന്നെയാണ്. ഈ ഒരു ലെവലിൽ നിന്നിട്ട് ഇൻഫോസിസ് കയറുന്നില്ല. ഇൻഫോസിസ് ഈ ഒരു ലെവലിൽ നിന്ന് കയറിപ്പോയെങ്കിൽ മാത്രമേ നമുക്ക് അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് പറയാൻ പറ്റത്തുള്ളൂ. സോ നമുക്കിവിടെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാം കൊണ്ടും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിവിടെ കണ്ടു കഴിയുമ്പോൾ 1999 സമയത്തെ അവിടുത്തെ ഡേറ്റ വെച്ച് നമ്മളൊരു പാരലൈൻ വരച്ച് കൊടുത്ത് തന്നെ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ അല്ലെങ്കിൽ ആ ഒരു ചാനലിനകത്ത് നിന്ന് കളിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എൻട്രി ആണെങ്കിലും ഈ ഒരു ലെവലിനെ കവർ ചെയ്ത് മുകളിൽ പോകാതെ എൻട്രി നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഇത് അത്യാവശ്യം നല്ല ഒരു ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. നോക്കി, ഇവിടെ നല്ലപോലെ വോളിയം കടന്ന് കളിക്കുന്നുണ്ട്. അതായത് ഇവിടെ റെസിസ്റ്റൻസ് അടിച്ചു. ഒന്നാമത്തെ തവണ റെസിസ്റ്റൻസ്, രണ്ടാമത്തെ തവണ റെസിസ്റ്റൻസ് ആണ്. ഇത് മൂന്നാമത്തെ തവണയാണ് ഈ ഒരു ലെവലിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇനി ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എൻട്രിക്കായി പരിഗണിക്കാം. പക്ഷേ നമ്മളിവിടെ വോളിയം കൂടി പരിഗണിക്കേണ്ടതായിട്ട് വരും. വോളിയം ഇപ്പം നിലവിൽ ബയേഴ്സ് ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മീൻസ് ഇവിടെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വീക്കിലി ചാർട്ടിൽ അത്യാവശ്യം ബയേഴ്സും സെല്ലേഴ്സും അവരുടെ പ്രസൻസ് നോക്കി. ഈ പ്രസൻസ് ആണെങ്കിൽ തന്നെയും ഇവിടെ ഇവർ രണ്ടുപേരും ഈക്വൽ സ്ട്രെങ്ത് ആണ് അവർക്ക് ഉള്ളതെന്ന് തോന്നുന്നു. ഈ ക്യാൻഡിലിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊന്നും നോക്കി. ഇത് കൃത്യം ഏകദേശം ആരും ഒരു അപ്പർ ഹാൻഡ് എടുക്കുന്ന രീതിയിലല്ല നിൽക്കുന്നത്. അത് പ്രൈസിൻ്റെ ഒരു കൺസോളിഡേഷൻ ലെവലിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതും നമുക്ക് ഒരു ബ്രേക്കൗട്ടിന് ശേഷം നമുക്ക് എൻട്രി നോക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഒരു ഓൾ ടൈം ഹൈ എന്ന രീതിയിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ആ ഒരു റേഞ്ചിലേക്കാണ് ഇപ്പോൾ കയറി വന്നിരിക്കുന്നത്. സോ നമുക്കിതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം നിഫ്റ്റി 50-യിലെ ആദ്യത്തെ 10 സ്റ്റോക്കുകൾ തന്നെ അത്യാവശ്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും ഏതൊക്കെയാണ് നമുക്ക് ഒരു ബൈയിങ് എൻട്രി അല്ലെങ്കിൽ ബൈയിങ് ലെവലിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്തായാലും എല്ലാവരും ചാർട്ടുകൾ സ്വന്തം ഇവാലുവേഷൻ നടത്തുക. ഞാനിപ്പം ജസ്റ്റ് കണ്ടപ്പം വെറുതെ നോക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ.